ഹേ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് പോലെ കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരുന്നൊരു സാധനമാണ് ഈ മടി. സത്യം പറഞ്ഞാൽ എഴുന്നേൽക്കാൻ നല്ല മടിയാണ് ഈ തണുപ്പായ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ്, അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നത് തന്നെ. അപ്പോൾ അത് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് വന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറച്ച് മട്ടൻ മേടിച്ചു. പിന്നെ മട്ടനും നെയ്ച്ചോറും ആക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാം കൂടി ചേർത്തൊരു കുഞ്ഞു വ്ളോഗാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ക്രിസ്മസ് ഒരു പാളിപ്പോയ ബിരിയാണിയാണ്. പാളിപ്പോയിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പഴയ പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ തൊണ്ട ചെറുതായിട്ടൊന്ന് അടഞ്ഞിരിക്കുകയാണ്. പനിയായിരുന്നു, മാറിയിട്ടുണ്ട്, പക്ഷേ അത് അങ്ങോട്ട് നല്ലോണം മാറിയിട്ടില്ല. പിന്നെ നമുക്ക് സമയമില്ല. ഇപ്പം തന്നെ 12 മണിയായിട്ടുണ്ട്. എല്ലാം കഴിയുമ്പോൾ തന്നെ 12 മണിയായിട്ടുണ്ട്. അപ്പോഴത്തെ പെട്ടെന്ന് തന്നെ ഇനിയിപ്പം നെയ്ച്ചോറും മട്ടൻ കറിയൊക്കെ റെഡി ആക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലിട്ട് കിടക്കാം. സാധാരണ നമ്മൾ ഫ്രൈഡേ ചിക്കനാണ് മേടിക്കാറുള്ളത്. അപ്പോൾ കുറേ നാളായി നമ്മൾ മട്ടൻ മേടിച്ചിട്ട്. ചേട്ടൻ മട്ടൻ്റെ ഒരാളാണെന്ന് വേണമെങ്കിൽ പറയട്ടെ. മട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് മട്ടൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ മട്ടനും നെയ്ച്ചോറുമാണ്. അപ്പോൾ ഞാൻ മട്ടൻ കാണിച്ചു തരാം എത്ര മേടിച്ചിട്ടുണ്ടെന്ന്. കണ്ടേ, നല്ല മട്ടനാണ്. അപ്പോൾ ഇനി നമുക്കൊരു മട്ടൻ റോസ്റ്റ്. അപ്പോൾ ഞാൻ ഇത്രയും എടുക്കുന്നില്ല, കാരണം ഇതൊരു 1 kg ഉണ്ടെങ്കിലും എനിക്ക് ഇത്ര ആവശ്യമില്ല. കാരണം ഞാൻ മട്ടൻ അധികം കഴിക്കാറില്ല. അപ്പോൾ ഞാൻ 2ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബാക്കി വെക്കാം, എടുത്ത് മാറ്റി വെക്കാം, പിന്നെ എപ്പോഴെങ്കിലും കറി വെക്കാമെന്ന് വിചാരിച്ചു. കുക്കിങ്ങിന് മുമ്പ് തന്നെ കിച്ചനകത്ത് സിങ്കിനകത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിങ്ങനെ കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ചേട്ടനെ ഇടയ്ക്ക് വന്നിങ്ങനെ വർത്താനൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പം ഇന്ത്യൻ മട്ടനാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മട്ടൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അരപ്പൊക്കെ പുരട്ടിയിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഞാനിവിടെ ഇടയ്ക്ക് വന്ന് നോക്കും കേട്ടോ, ഞാനിവിടെ എന്താ എടുക്കുകയാണെന്നുള്ളത്. നമ്മൾ പുതിയ ഫ്ലാറ്റിലോട്ട് മാറിയപ്പോഴത്തേക്ക് കിച്ചൺ കുറച്ചുകൂടി ഒന്ന് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുക്കിംഗ് ചെയ്യാനായിട്ട് നല്ല ബോറിംഗ് ആണ്. ബോറിംഗ് മാത്രമല്ല, ഇപ്പോൾ തണുപ്പും കൂടി അതുകൊണ്ട് തന്നെ നല്ല മടിയാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും പാട്ടോ വീഡിയോസോ ഒക്കെ ഇരുന്ന് കാണും. അപ്പോൾ ആ ഒരു ഇതിൽ കുക്കിംഗ് ചെയ്യും. അപ്പോൾ മട്ടൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ സവാള അരിയാണ് കേട്ടോ. ഈ സവാള അരിയുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ടാസ്ക്കാണ്. കാരണം എന്ന് വെച്ചാൽ നല്ലോണം ഞാൻ കരയും. തുടക്കം തൊട്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് സവാള അരിയുന്നത് തന്നെ. ഈ സവാള അരിയുമ്പോൾ കരയാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. കരഞ്ഞുകൊണ്ട് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരഞ്ഞുകയും ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ മൂവി കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന മൂവി എനിക്ക് തോന്നുന്ന കസിൻസിൻ്റെ മൂവിയാണ് കേട്ടോ. പഴയ മൂവീസ് കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, പഴയ കോമഡി മൂവീസ്. ഇപ്പം ആ മട്ടൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ പാനിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടായിരിക്കും, ഞാൻ ഇച്ചിരി കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ സവാള ചേർക്കുന്നുണ്ട്. ഈ സവാളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ്, പക്ഷേ എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളി ചേർക്കുന്നത്. പക്ഷേ ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ അരിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകശാല അരിയാണ്. അപ്പോൾ അത് ആ സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒരേ ഇതിൽ തന്നെയാണ് കേട്ടോ, പെട്ടെന്ന് എല്ലാം റെഡി ആവാൻ വേണ്ടി. കാരണം സമയം കുറേ ആയിട്ടുണ്ട്. അപ്പം ഒരു സൈഡിൽ നെയ്ച്ചോറും ഒരു സൈഡിൽ ചിക്കൻ കറി. പിന്നെ അതുപോലെ തന്നെ മട്ടൻ. ചിക്കൻ എപ്പോഴും വെച്ച് ചിക്കനെ വായിൽ വരുള്ളൂ. അപ്പം മട്ടനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ശിവമോളും എൻ്റെ കൂട്ടത്തിനൊന്നും മട്ടൻ കഴിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചിക്കൻ്റെ ലെഗ് പീസ് ഉണ്ടായിരുന്നു, അതെടുത്തൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അവർക്ക് പിന്നെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഈ നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിൽ. അല്ലെങ്കിലും സ്പൈസി കറികളൊന്നും അവർ ഇങ്ങനെ കഴിക്കത്തൊന്നുമില്ല. മസാല ചേർത്ത് കൊടുക്കാം. കുക്കറിനകത്ത് മട്ടൻ വെന്തിട്ടുണ്ട്. എനിക്കൊരു 4 വിസിൽ വേണ്ടി വന്നിട്ട് ഈ മട്ടൻ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, എല്ലാം കൂടി പൊടികൾ നമ്മൾ ചേർക്കുമ്പോഴേ ആ കുറച്ചും കൂടി ഒന്ന് ഇളക്കി ഒന്ന് ഇതാക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റും കാണത്തില്ല. മട്ടൻ മസാല ഉണ്ടെങ്കിൽ ആ മസാല കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മട്ടൻ മസാലയും പിന്നെ ഫ്രഷ് ആയിട്ട് ഗരം മസാല ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചോറ് വേവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനൊരു 2.25 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം മതിയാവും. നമ്മൾ എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളം എടുക്കുമ്പോൾ കറക്റ്റ് ആ വേവിൽ കിട്ടും. അപ്പോൾ മട്ടൻ പിന്നെ ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട്. ചിലർ നമ്മൾ മട്ടൻ കറിക്കകത്ത് തക്കാളി ഒന്നും ചേർക്കുന്നില്ല, പക്ഷേ എനിക്ക് തക്കാളി ചേർക്കുന്നത് വലിയ ഇഷ്ടമാണ്. അങ്ങനെ തക്കാളി ഒന്ന് വേണ്ടി വരുമ്പോഴത്തേക്ക് മട്ടൻ വേവിച്ച ആ ഗ്രേവി ഇല്ലേ, ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. ഇതുപോലെ മട്ടൻ കറി വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്.
അപ്പോൾ അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് പിന്നെ മട്ടൻ പീസൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ മട്ടൻ കറി റെഡിയാവും. അപ്പോൾ ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ മട്ടൻ ഇപ്പം എന്താ ജിമ്മിനൊക്കെ പോകുന്നുണ്ട്, ചെറിയ രീതിയിൽ ഒരു ഡയറ്റൊക്കെ എടുക്കുന്നുണ്ട് തന്നെ ഇപ്പം മട്ടനും അങ്ങനെ ബീഫും ഒന്നും അധികം കഴിക്കാറില്ല. പക്ഷെ വല്ലപ്പോഴൊക്കെ കഴിക്കണം കേട്ടോ. നല്ല സ്ട്രിക്റ്റ് ഡയറ്റൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനി മുതൽ കുറച്ച് സ്ട്രിക്റ്റ് ഡയറ്റൊക്കെ എടുത്ത് തുടങ്ങണം. ഈ ഒരു വെക്കേഷനൊക്കെ ഒന്ന് കഴിയിട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴും വിചാരിക്കും ഇന്ന് തുടങ്ങണം നാളെ തുടങ്ങണം എന്നൊക്കെ, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അപ്പം എന്തായാലും ഒരു ന്യൂ ഇയർ പുതിയ റെസൊല്യൂഷൻ തൊട്ട് അങ്ങനെ ചെയ്യാന്നുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് മട്ടൻ ഒന്ന് എന്താ പറയുക ഒന്ന് തിളച്ചൊന്ന് കുറുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ ഇത് ഗ്രേവി അല്ല നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് നെയ്ക്കകത്തൊന്ന് വഴട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. ടേബിളിനകത്ത് ഈ വട്ടം ഞാൻ തന്നെയാണ്, നേരത്തെ ശിവമോളാണ് എന്നെ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. ആളെന്തോ ബിസി ആയിട്ടിരുന്നുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഇതെല്ലാം എടുത്തു വെച്ച്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് പുറത്തോട്ട് പോകണം കേട്ടോ. 5 മണിക്ക് ഒരു ഷോ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പം നന്നിക്കുട്ടനെ ഒന്ന് പിണങ്ങിയിരിക്കുകയാണ്. നന്നിക്കുട്ടന് ഭയങ്കര മടിയാണ് തന്നെ വാരി തിന്നാനായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നന്നിക്കുട്ടന് ചെറുതായിട്ടൊന്ന് പിണങ്ങിയിരിക്കുകയാണ് ആൾക്ക് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആള് കുറച്ച് നേരം ഞാൻ തന്നെ കഴിപ്പിക്കാൻ പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനത് ആൾക്ക് വാരി കൊടുക്കുക, എന്നാൽ മാത്രമേ അത് അങ്ങോട്ട് അകത്തോട്ട് കഴിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ മട്ടൻ കറി നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ മട്ടൻ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് മട്ടനും ആയിരുന്നു. പിന്നെ നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നു. മട്ടനകത്ത് നെയ്യും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും മട്ടൻ കറി വെക്കുമ്പോഴേ. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. നമ്മളെല്ലാവരും കൂടി ഒരു മൂവി കാണാനായിട്ട് പോവാണ്. മൂവി കാണാന്നൊക്കെ വഴി പറയാവേ, പെട്ടെന്ന് എന്തായാലും ഒരു പ്ലാനിങ് ആണ്. ഉച്ചയ്ക്കാണ് നമ്മൾ മൂവിക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്തത്. കുറേ ആയിട്ടോ ഒരു മൂവി കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് കണ്ട മൂവി വാഴ മൂവി ആയിരുന്നു കേട്ടോ. അത് നാട്ടിൽ പോയിട്ടാണ് കണ്ടത്. ഇവിടെ വന്നതിന് ശേഷം പിന്നെ മൂവീസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല, തിയേറ്ററിൽ പോയിട്ട്. അല്ലാതെ മൂവി OTTs റിലീസാകുന്ന അപ്പം കാണുമായിരുന്നു. അങ്ങനെ ഞാൻ പോയപ്പം എനിക്ക് നല്ല ജലദോഷവും ഒരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പനിയുടെ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഹുഡിയൊക്കെ ഇട്ടിട്ടാണ് പോയത്. അതുകൊണ്ട് ഹെയർ ഞാനൊന്ന് പൊക്കി കെട്ടി. ഞാൻ ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഹെയർ കെട്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പം 4:30 ആയിരുന്നു. ഞങ്ങൾക്ക് 5 മണിക്കാണ് മൂവിയുടെ ടൈം. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ടൈമുണ്ട്. പിന്നെ പിള്ളേരുടെ ആ കിഡ്സ് ഏരിയയിൽ പോയിട്ട് പിന്നെ കുറച്ച് നേരം പിള്ളേരുടെ കൂടെ കളിച്ചേട്ടോ. മൊത്തം പൊട്ടത്തരായിപ്പോയി. ഞങ്ങൾ ആദ്യമായിട്ട് കളിച്ചത്. മൂവി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് ഗെയിം കളിക്കാൻ കയറി. അയ്യോ, give me my 3D മൂവി ആയിട്ട് കണ്ണാടിയൊക്കെ തന്നിട്ടുണ്ട്. നോക്കാം. മൂവി കാണാനായിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ്. മൂവി കാണുമ്പോൾ പോപ്കോൺ മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞെടുക്കുന്ന പോപ്കോണൊക്കെ വാങ്ങി രണ്ടുപേരെ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നന്നിക്കുട്ടനും ഷോമോളും ഞാനും ഒക്കെ ആദ്യമായിട്ടാണ് തോന്നുന്നു 3D മൂവി ഇങ്ങനെ കാണുന്നത്, ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കണ്ടിട്ട് കാണാവേ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ മൂവി കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ പടം കണ്ട് ഇറങ്ങി. പടം കുഴപ്പമില്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. നന്നിക്കുട്ടന് പകുതി വരെ കണ്ടു അല്ലേ, 3D ആയിരുന്നു. ഉറങ്ങിപ്പോയി വാങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. മൂവി കാണാനായിട്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുട്ടികളായിരുന്നു കൂടുതലായിട്ടും. കുട്ടികൾക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി ആയിരുന്നേ. അപ്പോൾ ഇനി മൂവിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ റൂമിൽ കയറിയിട്ട് പറയാവേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഷിപ്പി മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. 3D ഗ്ലാസ് ഒക്കെ ഇട്ട്. ഷിപ്പി ഫസ്റ്റ് ടൈം അല്ലേ? ഷിപ്പി ഫസ്റ്റ് ടൈമാണ് 3D ഗ്ലാസ് ഒക്കെ ഇട്ട് കാണുന്നത്. മൂവി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ലേ? ആദ്യം ഒന്ന് ഷിപ്പി ഒന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഇല്ലയോ? അത് ശരിയാ, അപ്പം ആരും ഉറങ്ങി? എന്നെ കൊണ്ടു തന്നെ ഉറങ്ങിയ. അപ്പം അത്രേ ഉള്ളൂ. ഷിപ്പി പറഞ്ഞോളൂ അല്ലേ?